ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് 3 മണിക്കൂർ പിന്നിട്ടപ്പോൾ മികച്ച പോളിംഗ്. 11 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 95 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. ഒഡീഷ നിയമസഭയിലെ 35 സീറ്റുകളിലേക്കും തമിഴ്നാട്ടിലെ 18 നിയമസഭാ സീറ്റുകളിലേക്കും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ, തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി, പി ചിദംബരം, നടൻ രജനീകാന്ത്, കമൽഹാസൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ രാവിലെ വോട്ട് ചെയ്തു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് കെ പി അഭിലാഷും, നാഗർകോവിൽ നിന്ന് കിരൺ ബാബുവും, കോയമ്പത്തൂരിൽ നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയും, മാഹിയിൽ നിന്ന് മനു ഭരത്തും ചേരുന്നു. ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രനും. ഡൽഹിയിൽ നിന്ന് കെ പി അഭിലാഷാണ് ആദ്യം ചേരുന്നത്. അഭിലാഷ്, വളരെ പ്രധാനപ്പെട്ട രണ്ടാം ഘട്ടമാണ്. 95 ലോക്സഭാ മണ്ഡലങ്ങൾ. പോളിംഗ് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ആദ്യം ശരത്ത്, 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ 95 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മികച്ച പ്രതികരണം തന്നെയാണ് ലഭിക്കുന്നത്. എന്തായാലും ദക്ഷിണേന്ത്യയിലെ 53 സീറ്റുകളിലേക്കും ഉത്തരേന്ത്യയിലെ 42 സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഉത്തരേന്ത്യയിലെ ചിത്രം ഒന്ന് പരിശോധിച്ചാൽ ബീഹാറിലാണ് ഇപ്പോൾ ഏറ്റവും കനത്ത പോളിംഗ് നടക്കുന്നത്. അവിടെ ഇപ്പോൾ തന്നെ 17% ആളുകൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. രാവിലെ മുതൽ തന്നെ ബീഹാറിലെ പോളിംഗ് ബൂത്തുകളിലെല്ലാം വലിയ തിരക്ക് അനുഭവപ്പെടുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അവർ രാവിലെ വോട്ട് രേഖപ്പെടുത്തി പിന്നീട് ജോലിക്ക് പോകുന്ന ഒരു ശീലവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 17% ആളുകൾ ബീഹാറിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, അസമിൽ ഇപ്പോൾ 9.55% ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കാശ്മീരിലെ പ്രധാനപ്പെട്ട 2 സീറ്റുകളിലേക്ക് ആണ് ഇപ്പോൾ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീനഗറിലും ഉദ്ധംപൂരിലുമാണ് വോട്ടെടുപ്പ്. കാശ്മീരിൽ ഇപ്പോൾ നില മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തുടക്കത്തിൽ രാവിലെ അത്ര മികച്ച ഒരു പോളിംഗ് ആയിരുന്നില്ല. ഇപ്പോൾ ബൂത്തുകളിലെല്ലാം തന്നെ നീണ്ട നിര ദൃശ്യമാകുന്നുണ്ട്. രാവിലെ 2%-ലധികം വോട്ടുകളാണ് കശ്മീരിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഉത്തർപ്രദേശിലെ പശ്ചിമ ഉത്തർപ്രദേശിലെ 8 സീറ്റുകളിൽ നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരുന്നു. ഇന്ന് 8 സീറ്റുകളിലേക്ക് വീണ്ടും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത് ദേശീയ രാഷ്ട്രീയത്തിലടക്കം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉത്തർപ്രദേശിൽ തന്നെയാണ്. 80 ലോക്സഭാ സീറ്റുകളിലുള്ള ഉത്തർപ്രദേശിലെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ ഇതുവരെ 5%-ലധികം ആളുകളാണ് ഉത്തർപ്രദേശിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഛത്തീസ്ഗഡ് നമുക്കറിയാം, മാവോയിസ്റ്റ് സ്വാധീന മേഖലയായ കാങ്കർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ് ഛത്തീസ്ഗഡിൽ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ 2 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ച ഒരു പശ്ചാത്തലമുണ്ട് എങ്കിൽ പോലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഇല്ല. മാത്രമല്ല, ഛത്തീസ്ഗഡിൽ മികച്ച പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 7.75% ഛത്തീസ്ഗഡിലെ പോളിംഗ്. ബംഗാളിൽ ഇപ്പോൾ നില മെച്ചപ്പെട്ടിട്ടുണ്ട്. തുടക്കത്തിൽ വളരെ മോശം പോളിംഗ് ആയിരുന്നു. രാവിലെ വോട്ടെടുപ്പ് ആരംഭിക്കുമ്പോൾ ബൂത്തുകളിൽ ഒന്നും തന്നെ ആളുകളെ കാണാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലമുണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് ഏതാണ്ട് 8 മണിയോടുകൂടി വോട്ടർമാരുടെ ഒരു നിര ദൃശ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ മികച്ച ഒരു പ്രതികരണം തന്നെയാണ് ഉത്തരേന്ത്യയിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരേന്ത്യയും മറ്റ് സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ മഹാരാഷ്ട്രയിൽ 10 ലോക്സഭാ മണ്ഡലങ്ങൾ, അസം, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിൽ 5 ലോക്സഭാ സീറ്റുകൾ, ഛത്തീസ്ഗഡിൽ 3, പശ്ചിമ ബംഗാളിൽ 3, ജമ്മു കാശ്മീരിൽ 2, മണിപ്പൂരിൽ 1 മണ്ഡലം എന്നിങ്ങനെയാണ് ഉത്തരേന്ത്യയുടെ ഒരു പിക്ചർ. മറിച്ച് ദക്ഷിണേന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തമിഴ്നാട്ടിലാണ് എന്ന് നമുക്കറിയാം. 39 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിരുന്നു. എന്നാൽ വെല്ലൂർ ഒഴികെ 38 സീറ്റുകളിലും ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം 18 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒഡീഷയിൽ 35 സീറ്റുകളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിൽ, 4 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. അത് രണ്ടാം ഘട്ടത്തിൽ 35 സീറ്റുകളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും ഇപ്പോൾ ഭംഗിയായി തന്നെ എന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അഭിലാഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒന്നാം ഘട്ടത്തിൽ നിന്ന് ഭിന്നമായി സംഘർഷം, അത്തരം വാർത്തകൾ, റിപ്പോർട്ടുകൾ എങ്ങുനിന്നും ഉണ്ടായിട്ടില്ല. ഒന്നാം ഘട്ടത്തിൽ അത്തരം ഒട്ടേറെ സംഭവങ്ങൾ രാവിലെ തന്നെ അരങ്ങേറിയിരുന്നു. ഏതായാലും ഇപ്പോൾ സമാധാനപരമായി പോളിംഗ് പുരോഗമിക്കുന്നു എന്ന വിവരമാണ്. ചിലയിടങ്ങളിൽ നല്ല പോളിംഗ് രാവിലെ തന്നെ രേഖപ്പെടുത്തി. മറ്റു ചില സംസ്ഥാനങ്ങളിൽ മന്ദഗതിയിലാണ്. സ്വാഭാവികമായും അത് പിന്നാലെ മികച്ച പോളിംഗിലേക്ക് മുന്നേറും എന്നും പ്രതീക്ഷിക്കാം. ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, കേരള അതിർത്തി പിന്നിട്ടുള്ള ഏറ്റവും അടുത്തുള്ള പ്രധാനപ്പെട്ട തമിഴ്നാട്ടിലെ ലോക്സഭാ മണ്ഡലം എന്ന നിലയിൽ കോയമ്പത്തൂര് CPM-ഉം അതുപോലെ തന്നെ CPM മണ്ഡലം തിരിച്ചുപിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മത്സരമാണ് അവിടെ കാഴ്ചവെക്കുന്നത് DMK മുന്നണിയിൽ നിന്നുകൊണ്ട്. എങ്ങനെയുണ്ട് വോട്ടർമാരുടെ പ്രതികരണം? നല്ല പോളിംഗ് ആണോ രാവിലെ?
ശരത്ത്, കോയമ്പത്തൂരിൽ പൊതുവെ അല്പം മന്ദഗതിയിലാണ് പോളിംഗ് നിൽക്കുന്നത്. സമാധാനപരമായി തന്നെ പോളിംഗ് മുന്നോട്ട് പോകുന്നെങ്കിൽ പോലും ഞാനിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂരിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഇപ്പോൾ ഇവിടെ ഈ നിരയിൽ കാണാനുള്ളൂ. ഇതുവരെ 9 മണിവരെയുള്ള ഔദ്യോഗിക കണക്ക് പ്രകാരം 10.48% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ 68% കോയമ്പത്തൂർ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം. പൊതുവെ എല്ലാ കാലങ്ങളിലും പോളിംഗ് വളരെ കുറവുള്ള ഒരു മണ്ഡലം കൂടിയാണ് കോയമ്പത്തൂർ. ഇവിടെയുള്ള ആളുകൾ തുടക്കത്തിൽ രാവിലെ ഉച്ചവരെ പോളിംഗ് കുറവും ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ ആളുകൾ വന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുക എന്നതാണ് ഈ പ്രവർത്തകരെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് കോയമ്പത്തൂർ. CPM-ഉം BJP-യും നേരിട്ട് മത്സരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. DMK-യുടെ മുന്നിൽ നിന്നുകൊണ്ട് CPM മത്സരിക്കുമ്പോൾ അപ്പുറത്ത് ADMK-യുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് BJP മത്സരിക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായക ശക്തിയുള്ള ഒരു മണ്ഡലം കൂടിയാണ് തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ എന്ന് പറയുന്നത്. മണ്ഡലം രൂപീകരിച്ച് 52 മുതൽ ഇതുവരെയുള്ള കാലങ്ങളിൽ 7 തവണ ജയിക്കാൻ, ഈ മണ്ഡലത്തിൽ നിന്നും വിജയിക്കാൻ ഇടതുപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. CPM ആയിരുന്നു 2009-ൽ CPM ആയിരുന്നു ഇവിടെ പ്രതിനിധീകരിച്ച്. അന്നത്തെ MP ആയിരുന്ന PR നടരാജൻ തന്നെയാണ് ഇത്തവണയും CPM-ന് വേണ്ടി മത്സരിക്കുന്നത്. മുൻ MP CP രാധാകൃഷ്ണനാണ് കോയമ്പത്തൂരിൽ BJP-ക്ക് വേണ്ടി മത്സരിക്കുന്നത്. ശക്തമായ ഒരു മത്സരം നടക്കുന്ന മണ്ഡലം, അതോടൊപ്പം തന്നെ ഏറെ രാഷ്ട്രീയ പ്രാധാന്യം. CPM-ഉം BJP-യും നേർക്കുനേർ മത്സരിക്കുന്ന ഒരു മണ്ഡലം എന്നതെല്ലാം തന്നെ ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂട്ടുന്നു. കഴിഞ്ഞ ഒരു വ്യവസായ തമിഴ്നാട്ടിലെ പ്രധാന വ്യവസായ നഗരം കൂടിയാണ് കോയമ്പത്തൂർ. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഈ മണ്ഡലത്തിൽ ഉയർത്തിയിരുന്ന അവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ ചെറുകിട വ്യവസായ മേഖലയിലെ പ്രതിസന്ധികളായിരുന്നു. പക്ഷേ നമുക്ക് ഇതുവരെയും പോളിംഗ് വളരെ മന്ദഗതിയിലാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. പക്ഷേ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഈ കോയമ്പത്തൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പ്രസാദാണിപ്പോൾ ഈ വിവരങ്ങൾ കോയമ്പത്തൂരിൽ നിന്നും നൽകിയത്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടി ചേരുകയാണ്. ഈ 95 ലോക്സഭാ മണ്ഡലങ്ങൾ, രണ്ടാം ഘട്ടം, 11 സംസ്ഥാനങ്ങൾ, ആ നിലയിൽ രാജ്യത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലായി പരന്നുകിടക്കുന്ന 95 ലോക്സഭാ മണ്ഡലങ്ങൾ, അതിൻ്റെ സാധ്യതകൾ, പോളിംഗ് പുരോഗമിച്ച പശ്ചാത്തലത്തിൽ ആ വിശദാംശങ്ങളുമായാണ് രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നത്. രഞ്ജിത്ത്, 95 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് വന്നാൽ തമിഴ്നാടുണ്ട്, കർണാടകയുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, ബീഹാറുണ്ട്, അസമുണ്ട്, കാശ്മീരുണ്ട്, ഒഡീഷയുണ്ട്, ഛത്തീസ്ഗഡുണ്ട്. ഈ നിലകളിൽ പോണ്ടിച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തെ ഒരു ലോക്സഭാ മണ്ഡലമുണ്ട്. ഈ ഏതാണ്ട് ഇന്ത്യയുടെ എല്ലാ മേഖലകളിലുമായി പരന്നു കിടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, UP അടക്കം, എങ്ങനെയാണ് ആ മണ്ഡലങ്ങളുടെ സ്വഭാവം, അതുപോലെ തന്നെ പോളിംഗ് പുരോഗമിക്കുമ്പോൾ വരുന്ന മറ്റു കാര്യങ്ങൾ? സ്ഥലത്ത് ഏതാണ്ട് 15.79 കോടി വോട്ടർമാരാണ് ഇന്ന് പോളിംഗ് ബൂത്തിൽ രണ്ടാം ഘട്ടവുമായി ബന്ധപ്പെടുത്തുന്നത്. നമുക്കറിയാം, അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റ് കുറഞ്ഞാലും, UP അടക്കം സീറ്റ് കുറഞ്ഞാലും തങ്ങൾ പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ 60 സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഈ പ്രധാനപ്പെട്ട അമിത്ഷാ പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ, സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ്. അവിടെ 39 സീറ്റുകളിൽ 38 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. വെല്ലൂരിൽ മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. നമ്മുടെ റിപ്പോർട്ടർ നേരത്തെ വ്യക്തമായി കഴിഞ്ഞു. എന്നാൽ തമിഴ്നാട്ടിലെ സാഹചര്യം പരിശോധിച്ചാൽ നമുക്കറിയാം, തമിഴ്നാട്ടിൽ മൃഗീയ ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ തവണ AIDMK മുന്നണിക്കുള്ളത്. 39 സീറ്റുകളിലും AIDMK BJP സഖ്യം നേടിയ ഒരു സാഹചര്യം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അത് 2009 അപേക്ഷിച്ച് 2009 സാഹചര്യം വ്യത്യസ്തമായിരുന്നു. 29 സീറ്റുകൾ DMK മുന്നണിയും 9 സീറ്റിൽ മാത്രം ഒതുക്കപ്പെട്ട AIDMK മുന്നണിയാണ് കഴിഞ്ഞ 2014 മുഴുവൻ സീറ്റുകളും നേടി ജയലളിത നേതൃത്വത്തിൽ അവിടെ മൃഗീയ ഭൂരിപക്ഷം നേടിയ സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, മറ്റൊരു പ്രധാന കാര്യം, ജയലളിതയും കരുണാനിധിയും ഇല്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പിന് തമിഴ്നാട് സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദ്രാവിഡ മുന്നണികൾക്ക് AIDMK-ക്കും DMK-ക്കും വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇന്ന് പ്രധാനമായും തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന്, അത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന അതിർത്തിയായ കന്യാകുമാരിയിലാണ്. അവിടെ കഴിഞ്ഞ തവണ പൊൻ രാധാകൃഷ്ണൻ ഏതാണ്ട് 1,28,662 വോട്ടുകൾ ജയിച്ച ഒരു സ്ഥലത്ത് ഇത്തവണയും പൊൻ രാധാകൃഷ്ണൻ വലിയ വിജയപ്രതീക്ഷയോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊരു പ്രധാന മണ്ഡലമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് കനിമൊഴി, DMK-യുടെ സ്റ്റാർ ക്യാമ്പയിനറായ കനിമൊഴി മത്സരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മണ്ഡലവും ഇന്ന് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അത് നമുക്കതിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ കനിമൊഴിയുടെ മണ്ഡലമായ
അവിടെ കനിമൊഴി തമിഴിസൈ എന്ന് പറഞ്ഞ BJP-യുടെ സ്ഥാനാർത്ഥിക്കെതിരാണ് മത്സരിക്കുന്നത്. അവിടെ തൂത്തുക്കുടിയിൽ കനിമൊഴി മത്സരിക്കുന്നതും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു മത്സരത്തിന് കനിമൊഴിയും ഇന്ന് വേദിയാകുന്നു. ഇത്തരത്തിൽ DMK-ക്കും AIDMK-ക്കും വലിയ തോതിൽ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ പോലും അഭിപ്രായ സർവേകളിലൊക്കെ 30ഓളം സീറ്റുകൾ DMK മുന്നണിക്ക് പ്രവചിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിലും തമിഴ്നാട്ടിലെ സർക്കാരിന്റെ നിലനിൽപ്പിന് പോലും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് സാക്ഷ്യം വഹിക്കുന്നത്. അവിടെ BJP മുന്നണിയിൽ DMK-യും വലിയ പ്രതീക്ഷ, AIDMK-യും വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അവർക്ക് ഈ പറഞ്ഞ നേരത്തെ അമിത്ഷാ പറഞ്ഞതുപോലെയുള്ള കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തമിഴ്നാട്. മറ്റൊരു പ്രധാന സ്ഥലം എന്ന് പറഞ്ഞാൽ കർണാടകയാണ്. കർണാടകയിൽ രണ്ടാം ഘട്ടത്തിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രധാന മണ്ഡലങ്ങൾ നടക്കുന്നത് ഇന്ന് അതിലേക്ക് നമുക്കൊന്ന് പോകാം. കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരുന്നു. മറ്റൊന്ന് 28 മണ്ഡലങ്ങളിൽ തമിഴ്നാട്ടിൽ ഇന്ന് പ്രധാനമായും തെരഞ്ഞെടുപ്പ് നടക്കുന്ന 8 മണ്ഡലങ്ങളിലാണ്. അതിലേക്കൊന്ന് പോയാൽ അവിടെയും BJP-ക്ക് മൃഗീയമായ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ. കഴിഞ്ഞ തവണ 14 മണ്ഡലങ്ങൾ, അതിൽ 8 മണ്ഡലങ്ങളിൽ കോൺഗ്രസും 6 മണ്ഡലങ്ങളിൽ BJP-യും നേടിയൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. അവിടെയും വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്ന ഒന്ന് ദേവഗൌഡ ജനവിധി തേടുന്നുണ്ട്. അവിടെ മണ്ഡലത്തിൽ ദേവഗൌഡയും വലിയ പ്രതീക്ഷയോടെ തന്നെ തുംകൂർ എന്ന മണ്ഡലത്തിൽ ദേവഗൌഡ ജനവിധി തേടുന്ന മണ്ഡലം എന്ന സ്റ്റാർ മണ്ഡലമായി ഒന്നുണ്ട്. മറ്റൊന്ന് ഹസൻ എന്ന ദേവഗൌഡ ചെറുമകൻ മത്സരിക്കുന്ന ഹസൻ മണ്ഡലത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്നു. അവിടെയും വലിയ മത്സരം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം മാണ്ഡ്യ എന്ന മണ്ഡലമുണ്ട്. മാണ്ഡ്യയിലും വളരെ പ്രധാനപ്പെട്ട മത്സരമാണ് നടക്കുന്നത്. അവിടെ കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമി മത്സരിക്കുന്നത് BJP പിന്തുണയോടെ മത്സരിക്കുന്ന സുമലതയോടെയാണ്. അവിടെയും വലിയ തോതിലുള്ള പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്ന ഒരു പ്രധാന സ്ഥലമാണ്. അവിടെ 1,04,463 വോട്ടുകൾക്ക് വിജയിച്ച ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ്. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന കർണാടകയും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമായ പോരാട്ടം BJP വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. ഇത്തരത്തിൽ നിരവധി മണ്ഡലങ്ങളിൽ മഹാരാഷ്ട്രയിലാകട്ടെ ഏതാണ്ട് 10ഓളം മണ്ഡലങ്ങളിൽ മറ്റൊരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അവിടെ ഈ രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഏതാണ്ട് 10ഓളം മണ്ഡലങ്ങളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയും BJP-യും കോൺഗ്രസും ഒരുപോലെ പ്രതീക്ഷ അർപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇത്തരത്തിൽ നിരവധി മണ്ഡലങ്ങളിൽ വലിയ തോതിൽ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി രണ്ടു മുന്നണികളും. BJP അവിടെ 8 സീറ്റുകൾ നേടിയ, മഹാരാഷ്ട്രയിൽ 8 സീറ്റുകൾ നേടിയ, രണ്ടാം ഘട്ടത്തിൽ 8 സീറ്റുകൾ നേടിയ 10 മണ്ഡലങ്ങളിൽ 8 സീറ്റും കഴിഞ്ഞ തവണ BJP-ക്കായിരുന്നു. കോൺഗ്രസിന് അവിടെ 2 സീറ്റ് മാത്രമാണ് നേടാനായത്. അപ്പോഴും അവിടെ കോൺഗ്രസും വലിയ വിജയപ്രതീക്ഷ അർപ്പിക്കുന്ന നിരവധി മണ്ഡലങ്ങൾ ഉണ്ട്. ഇത്തരത്തിൽ ഒപ്പം UP-യിലെ 8 മണ്ഡലങ്ങളിൽ UP-യിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ഇത്തവണ BSP സഖ്യത്തിന്റെ വലിയ ഒരു അപ്രമാദിത്യം ഉണ്ട്. അവർ സർവേകളിലടക്കം വലിയ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്ന സ്ഥലം കൂടിയാണ്. അവിടെയും ഇത്തരത്തിൽ രണ്ടാം ഘട്ടത്തിൽ നമുക്കറിയാം അവിടെ നടക്കുന്ന 8 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ BJP സഖ്യം വലിയ തോതിൽ മേധാവിത്വം നേടിയ ഒരു സ്ഥലമായിരുന്നു. അവിടെയും ഇത്തവണ കനത്ത പോരാട്ടം നടക്കുകയാണ്. ഈ 8 മണ്ഡലങ്ങൾ BJP അവിടെ 8 മണ്ഡലങ്ങളും നേടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. BSP സഖ്യത്തിന് അവിടെ കഴിഞ്ഞ തവണ സഖ്യമായി അല്ല മത്സരിച്ചെങ്കിൽ പോലും അവിടെ വലിയ തോതിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാതിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അപ്പോഴും വോട്ട് പെർസെൻറ്റേജ് ഒക്കെ വരുമ്പോൾ ഇത്തവണ അവർക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. അസമിലും ബീഹാറിലും ഒഡീഷയിലും കശ്മീരിലും ഒപ്പം മണിപ്പൂരിലും പുതുച്ചേരിയിലും അടക്കം ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന സാഹചര്യമുണ്ട്. ശരത്, ഇപ്പോൾ രഞ്ജിത്താണ് ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതകൾ അല്ലെങ്കിൽ സാധ്യതകൾ, നിരീക്ഷണങ്ങൾ നടത്തിയത്. തമിഴ്നാട്ടിൽ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വമാർക്ക് എന്ന വലിയ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ഒരു സമ്പൂർണ്ണമായ 39-ൽ 38 ലോക്സഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതുപോലെ തന്നെ 18 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും ഉണ്ട് എന്നതാണ് ആ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാകുന്നത്. അതിനോടൊപ്പം ചേർത്ത് സ്വാഭാവികമായി നമ്മളെല്ലാവരും എപ്പോഴും പറയാറുള്ളതാണ് പുതുച്ചേരി, പോണ്ടിച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശം. ഇപ്പോൾ മാഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി മനു ഭരത് ചേരുന്നുണ്ട്. മനു, മാഹിയിൽ എങ്ങനെയുണ്ട് വോട്ടെടുപ്പ്? മാഹിയിൽ ശരത് ആദ്യ മണിക്കൂറുകളിൽ ഒരല്പം കനത്ത പോളിംഗ് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഒരു അല്പം അത് കുറയുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്കിലും ബൂത്തിൽ ആളുകളുണ്ട്. വലിയ തോതിൽ സ്ത്രീ പങ്കാളിത്തം ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നതാണ് ഇതിലൊരു പ്രത്യേകത. 9.5 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവുള്ള മാഹിയിൽ 30,276 വോട്ടർമാർ ആണ് ഉള്ളത്. ഇത് 33 ബൂത്തുകൾ ഇവിടെയുണ്ട്. ഗവൺമെൻറ് LP സ്കൂൾ ചെറുകല്ലായും ഗവൺമെൻറ് LP സ്കൂൾ പാറക്കലുമാണ് ഇവിടുത്തെ മാതൃകാ ബൂത്തുകൾ. കൃത്യം 7 മണിക്ക് തന്നെ 6 മണിക്ക് അതിൻ്റെ മോക്ക് പോളിംഗും പിന്നീട് 7 മണിയോടുകൂടി പോളിംഗും ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷം
കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിൽ എത്തും എന്നാണ് ഒരു പൊതുപ്രതീക്ഷ. കാരണം രാവിലെ ആളുകൾ ആദ്യ മണിക്കൂറുകളിൽ വന്നെങ്കിലും പിന്നീട് ആളുകളുടെ എണ്ണം, വോട്ടർമാരുടെ എണ്ണം കുറയുന്നതിൻ്റെ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോണ്ടിച്ചേരി മണ്ഡലത്തിൻ്റെ ഒരു ഭാഗമെന്ന നിലയിലാണ് മാഹിയിൽ ആളുകൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 4,59,000 പുരുഷന്മാരും 5,13,000 സ്ത്രീകളുമാണ് ഇവിടെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നിങ്ങൾ വോട്ട് ചെയ്ത് വരികയാണോ? സുഗമമായി വോട്ട് ചെയ്യാൻ പറ്റിയോ? ഇത് ഒരു ഉത്സവത്തിൻ്റെ ഒരു ദസറ വ്യാഴമൊക്കെ ആയതുകൊണ്ട് ആളുകൾ കുറച്ചാണ് വരുന്നത് അല്ലേ? നിങ്ങൾ ദസറ ആഘോഷിക്കുന്നില്ലേ? ഇത് കഴിഞ്ഞിട്ടാണ്. അതാണ് ആളുകൾ കുറച്ച് പേർ എങ്കിൽ പക്ഷേ കൂടുതലും സ്ത്രീകൾ ഇത്തരം വോട്ടിങ്ങിൽ പങ്കാളികളാകുന്നതിൻ്റെ ദൃശ്യങ്ങൾ മാഹിയിൽ നിന്ന് കാണാൻ കഴിയും. സ്ഥാനാർത്ഥികളെല്ലാം കൂടുതലും പോണ്ടിച്ചേരിയിൽ നിന്ന് തന്നെയാണ്. 3 പ്രധാന കക്ഷികൾ, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ NR കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുന്നുണ്ട്. കെ നാരായണസ്വാമിയാണ് ഇന്ത്യൻ നാഷണൽ NR കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ ഈ NR സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും തമ്മിലാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത്. കമലഹാസൻ്റെ സംഘടനയായ മക്കൾ നീതി മയ്യത്തിലെ സ്ഥാനാർത്ഥിയും ഇവിടെ മത്സരരംഗത്തുണ്ട്. CPM ഡോക്ടർ സുബ്രഹ്മണ്യം എന്ന സ്ഥാനാർത്ഥി മക്കൾ നീതി മയ്യത്തിലെ സ്ഥാനാർത്ഥിക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മനുവാണ് വിവരങ്ങൾ ഇപ്പോൾ മാഹിയിൽ നിന്ന് നൽകിയത്. ഒപ്പം തന്നെ ഞങ്ങളുടെ പ്രതിനിധികൾ വീണ്ടും ചേരുകയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോളിംഗ് സംബന്ധിച്ച 2ാം ഘട്ടം സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുന്നതിനായി. രാജ്യം 2ാം ഘട്ടം വിധിയെഴുത്തിലാണ്. പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ പോവുകയാണ്. 95 മണ്ഡലങ്ങൾ, 11 സംസ്ഥാനങ്ങൾ, ഒരു കേന്ദ്രഭരണ പ്രദേശം. ഇപ്പോൾ നാഗർകോവിൽ നിന്നും കിരൺ ബാബുവാണ് ആദ്യം ചേരുന്നത്. കിരൺ, തമിഴ്നാട്ടിൽ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിൽ നാഗർകോവിൽ, ആ മേഖലയിലാകെ പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു? വരുന്ന പൊതുവായ വിവരങ്ങൾ പോളിംഗ് സംബന്ധിച്ച് ആദ്യം എന്താണ്? ശരത്ത്, രാവിലെ സാധാരണഗതിയിൽ തന്നെ തമിഴ്നാട്ടിലെ പോളിംഗ് എപ്പോഴും മന്ദഗതിയിലാണ് തുടങ്ങുന്നത്. ഉച്ചയോടുകൂടിയാണ് തമിഴ്നാട്ടിലെ പോളിംഗ് കൂടുതൽ ആളുകൾ ബൂത്തിലേക്ക് എത്തി തുടങ്ങുന്നത്. ഈ തവണയും അങ്ങനെ തന്നെയാണ് കാണുന്നത്. രാവിലെ ചെറിയ തിരക്കുകളുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 8 മണി കഴിഞ്ഞതോടുകൂടി കാര്യമായ തിരക്കുകൾ നമ്മൾ കണ്ട ബൂത്തുകളിലൊന്നും കാണാനില്ല. ഇതിനുശേഷം ഉച്ച കഴിയുന്നതോടുകൂടിയാണ് സാധാരണഗതിയിൽ തന്നെ തമിഴ്നാട്ടിലെ കൂടുതൽ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയും സമ്പന്നാവകാശം വിനിയോഗിക്കുകയും ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ ഈ തവണ ഇലക്ഷൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, തമിഴ്നാടിനെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഏറ്റവും തമിഴ് ജനതയെ അടിമുടി നിയന്ത്രിക്കാൻ ശേഷിയുള്ള അതിപ്രഗത്ഭന്മാരായ നേതാക്കന്മാരായിരുന്നു, അവരുടെ മുൻനിർത്തിയായിരുന്നു മത്സരങ്ങളാകെ നടന്നിരുന്നത്. ഏറ്റവും അവസാനം കരുണാനിധിയും ജയലളിതയും അടക്കമുണ്ടായിരുന്നു. കഴിഞ്ഞ 25 വർഷമായി ഈ 2 നേതാക്കളെ ചുറ്റിപ്പറ്റിയാണ് തമിഴ് രാഷ്ട്രീയം നിലനിന്നിരുന്നത്. എന്നാൽ ഇക്കുറി അങ്ങനെ തമിഴ് ജനതയെ അടിമുടി സ്വാധീനിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ അടക്കം മാറ്റിമറിക്കാൻ കഴിയുന്ന അത്തരം ഒരു നേതാക്കളുടെ അഭാവത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കഴിഞ്ഞ 25-30 വർഷത്തെ 3 പതിറ്റാണ്ട് കാലത്തോളം DMKയും അണ്ണാ DMKയും ആയിരുന്നു തമിഴ്നാട് രാഷ്ട്രീയത്തെ പൂർണ്ണമായും ശക്തമായി നിന്നെങ്കിൽ ഈ 2 പാർട്ടികളും ആണ് 4-3 സീറ്റുകളിലും എല്ലാ തവണയും മത്സരിച്ചിരുന്നത്. മുന്നണിയിലെ മറ്റു കക്ഷികൾ താരതമ്യേന കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് മത്സരിച്ചിരുന്നത്. ഇത്തവണ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പാർട്ടികൾ 20 സീറ്റിൽ വീതമാണ് മത്സരിക്കുന്നത്. DMKയ്ക്കൊപ്പം കോൺഗ്രസും ഇടതു പാർട്ടികളടക്കമുണ്ട്. അതോടൊപ്പം തന്നെ AIDMKയ്ക്കൊപ്പം BJP ഒരു മുഖ്യ കക്ഷിയായി തന്നെയുണ്ട്. ഇങ്ങനെ മറ്റ് കക്ഷികൾക്കടക്കം, ദേശീയ കക്ഷികൾക്കടക്കം പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ മറ്റ് കക്ഷികൾക്ക് കൂടുതൽ സീറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു മുന്നണിയാണ് ഇത്തവണ മത്സരിക്കുന്നത്. DMKയെ സംബന്ധിച്ചും AIDMKയെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പിലെ വിജയം സംസ്ഥാന ഭരണത്തിനൊപ്പം 22 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നുണ്ട്. അതിൽ 18 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. ഇതിൽ 4 മണ്ഡലങ്ങളിൽ വിജയിച്ചാൽ ഇപ്പോഴത്തെ ഭരണം സാങ്കേതികമായി നിലനിർത്താം. പക്ഷേ അതല്ല ഉണ്ടാവുന്ന വലിയൊരു ഭൂരിപക്ഷത്തിലാണ് DMK മുന്നണി വിജയിക്കുന്നതെങ്കിൽ സംസ്ഥാന ഭരണത്തെ അടക്കം അത് ബാധിക്കാനും സാധ്യതയുണ്ട്. വളരെ നിർണായകമാണ്. കിരൺ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാടിൻ്റെ ഭാവി രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ്. ഒട്ടേറെ പ്രമുഖർ മത്സരിക്കുന്നു. തൂത്തുക്കുടിയിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കനിമൊഴിയാണ് DMKയുടെ ഏറ്റവും ശക്തിയായ വനിതാ നേതാവ് മത്സരിക്കുന്നു. ശിവഗംഗയിൽ P. ചിദംബരത്തിൻ്റെ മകൻ കാർത്തി ചിദംബരം മത്സരിക്കുകയാണ്. ആ നിലകളിൽ BJPയുടെ ദേശീയ സെക്രട്ടറി H. രാജയാണ് അവിടെ പ്രതിയോഗി എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. കോയമ്പത്തൂരും മധുരയിലും ഒക്കെ ശക്തമായ മത്സരം. ആ നിലയിൽ ദ്രാവിഡ രാഷ്ട്രീയം എവിടേക്ക്, എങ്ങനെ എന്ന വലിയ ചോദ്യമാണ് ഇപ്പോൾ കിരൺ സൂചിപ്പിച്ചതുപോലെ ഉത്തരം കണ്ടെത്താനായി ജനങ്ങൾ വിധി എഴുതുന്നത്. രാവിലെ മന്ദഗതിയിലാണ് പോളിംഗ് എന്ന പൊതുവിവരമാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ KP അഭിലാഷ് ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. അഭിലാഷ്, ഈ വിവരങ്ങളെ മൊത്തത്തിലൊന്ന് ക്രോഡീകരിച്ചാൽ, ആകെ ഒന്ന് ക്രോഡീകരിച്ചാൽ, UP അടക്കം, ബീഹാർ അടക്കം, ഛത്തീസ്ഗഡ് അടക്കം, ജമ്മു കാശ്മീർ, അസം, ഒഡീഷ ഒക്കെ ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ജമ്മു കാശ്മീരുണ്ട്. ഇപ്പോൾ കിരണാണ് തമിഴ്നാട്ടിലെ വിവരം നൽകിയത്.
ആ നിലയിൽ പൊതുവിൽ ഡൽഹിയിൽ കമ്മീഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ എങ്ങനെയാണ് പോളിംഗ് സംബന്ധിച്ച്? ശരത്ത്, പോളിംഗ് സംബന്ധിച്ച ഒരു ഔദ്യോഗികമായ വിവരങ്ങൾ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അത് ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലൊട്ടാകെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രതീതിയാണ് ഇപ്പോഴുള്ളത്. കാരണം 11 സംസ്ഥാനങ്ങൾ, വ്യത്യസ്തമായ ദക്ഷിണേന്ത്യയിലെയും ഉത്തരേന്ത്യയിലെയും വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലെ വ്യത്യസ്തമായ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു പ്രാഥമിക കണക്കുകൾ പുറത്തു വന്നേക്കാം. പക്ഷേ സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകളോ ഔദ്യോഗികമായ റിപ്പോർട്ടുകളോ ഈ ഘട്ടത്തിലും വന്നിട്ടില്ല. എന്തായാലും ദക്ഷിണേന്ത്യയിലാണ് ഇന്ന് ഏറ്റവും അധികം സീറ്റുകൾ വോട്ടെടുപ്പ് നടക്കുന്നത്. 53 സീറ്റുകളിൽ ദക്ഷിണേന്ത്യയിൽ വോട്ടെടുപ്പ് നടക്കുന്നു. അവിടെ തമിഴ്നാട്ടിലെ വെല്ലൂർ മണ്ഡലത്തിലെ DMK സ്ഥാനാർത്ഥിയുടെ വസതിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അനധികൃതമായി പിടിച്ചെടുത്തതുകൊണ്ട് ആ ഒരു മണ്ഡലം ഒഴിച്ചു നിർത്തിയാൽ തമിഴ്നാട്ടിലെ 38 ലോക്സഭാ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 18 നിയമസഭാ സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കർണാടകത്തിൽ 14 ലോക്സഭാ സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഉത്തരേന്ത്യയിലേക്ക് വന്നാൽ 42 സീറ്റുകളിൽ വോട്ടെടുപ്പ് സുഗമമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാരാഷ്ട്രയിലേക്കാണ്. കാരണം 42 സീറ്റുകളിൽ മഹാരാഷ്ട്രയിൽ 10 സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. എന്നാൽ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ഉത്തർപ്രദേശിനെ തന്നെയാണ്. കാരണം ഉത്തർപ്രദേശ് പിടിച്ചാൽ പിന്നീട് ഇന്ത്യ എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലെയും ഒരു അന്തഃപുര ചർച്ച തന്നെയാണ്. ഉത്തർപ്രദേശ് ആര് പിടിച്ചെടുക്കുന്നു അവർക്ക് ഇന്ത്യ പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു പൊതുധാരണയും വിലയിരുത്തലും ഒക്കെയുണ്ട്. അത് 2014 നമ്മൾ കണ്ടതുമാണ്. കാരണം BJP വലിയ തരംഗമുണ്ടാക്കിയ തെരഞ്ഞെടുപ്പിൽ 80 സീറ്റുകളിൽ 73 BJP നൂറുമേനി കൊയ്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2014. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ യോഗി ആദിത്യനാഥിന് മുഖ്യമന്ത്രി പദം ഉത്തർപ്രദേശ് നൽകിയത് മൃഗീയമായ ഭൂരിപക്ഷത്തോടു കൂടിയായിരുന്നു. എന്നാൽ 2019 എത്തുമ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതും വിലയിരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു ആത്മവിശ്വാസം തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിൽ സജീവമാവുകയും ഉത്തർപ്രദേശിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ചുമതല നൽകുകയും ഗംഗയിലൂടെ അടക്കം യാത്ര നടത്തിക്കൊണ്ട് അവിടുത്തെ കർഷകരുമായി, മുക്കുവരുമായി, ചുമട്ടുതൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, നെയ്ത്തു തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുമായി നേരിട്ട് സംവദിക്കുകയും ഒരു എതിരാളി എന്ന നിലയിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പര്യടനത്തിലൂടെ വലിയ ആത്മവിശ്വാസമാണ് കോൺഗ്രസ് പുലർത്തുന്നത്. പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ ഒരു സുവർണ്ണ കാലഘട്ടത്തിലേക്ക് ഉത്തർപ്രദേശിനെ തിരികെ എത്തിക്കാമെന്ന് കരുതുന്നു. അതുകൊണ്ടാണ് ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഉത്തർപ്രദേശിലെ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ബുലന്ദ്ഷഹർ, ആഗ്ര, ഫത്തേപൂർ സിക്രി, മഥുര എന്നിവയാണ്. ബുലന്ദ്ഷഹറിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അവിടെ പശു ഇറച്ചിയുടെ, അതായത് പശുക്കളെ കൊന്നു എന്നതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നതുമായി ബന്ധപ്പെട്ട ഒരു കലാപം ഉണ്ടാവുകയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനടക്കം കൊല്ലപ്പെടുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇത്തരം മണ്ഡലങ്ങളിലൊക്കെ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. മഥുരയിലാകട്ടെ ഹേമമാലിനിയാണ് സ്റ്റാർ താരം, തന്നെയാണ് പോരാട്ടത്തിനിറങ്ങുന്നത്. അതേസമയം അവിടെ BSP SP സഖ്യമാകട്ടെ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് വിജയിക്കാൻ സാധിക്കുമെന്ന ഒരു കരുതലിലൂടെയാണ് വോട്ടിങ്ങിനെ നേരിടുന്നത്. അതാണ് കോൺഗ്രസിന് ഒരു തിരിച്ചടിയായി മാറുന്നത്. പ്രത്യേകിച്ച് സഖ്യ ചർച്ചകൾ രൂപം കൊണ്ടത് തന്നെ ഉത്തർപ്രദേശിലായിരുന്നുവെങ്കിൽ കോൺഗ്രസിന്റെ കൈ പിടിക്കാൻ BSP SP സഖ്യം തയ്യാറായില്ല എന്നുള്ളതാണ്. ശരിയാണ്, പ്രതീക്ഷ തന്നെയാണ്. മറുഭാഗത്ത് അതിൽ ഇപ്പോൾ ഉത്തർപ്രദേശിൽ അഭിലാഷ് പറഞ്ഞതിലെ ഒരൊറ്റ ലോക്സഭാ മണ്ഡലം ഈ പറഞ്ഞ സാഹചര്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്, ഫത്തേപൂർ സിക്രി. അവിടെ അതിശക്തമായ മത്സരം നടക്കുമ്പോൾ കോൺഗ്രസിൻ്റെ രാജ് ബബ്ബർ ഉണ്ട്, BJP സ്ഥാനാർത്ഥിയുണ്ട്, BSPയുടെ ഗുഡ്ഡു പണ്ഡിറ്റ് ഉണ്ട്. ആ നിലയിൽ SP BSP സഖ്യമുണ്ട്, BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. വളരെ പ്രമുഖനായ ഹിന്ദി നടൻ രാജ് ബബ്ബറാണ് അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. ആ നിലയിലാണ് ഫത്തേപൂർ സിക്രി ഉത്തർപ്രദേശിൻ്റെ നിലവിലത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇന്ന് അമിത്ഷാ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ രാഷ്ട്രീയ നിലപാടിലുണ്ട്. സീറ്റുകൾ മാറിമറിയാം, ചിലത് തോൽക്കാം, ഇതൊക്കെ സംഭവിച്ചാലും പുതുതായി 60-ൽ പരം സീറ്റുകൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അത് വെച്ച് ഉണ്ടാകാവുന്ന തിരിച്ചടികളെ മറികടക്കാനാകും എന്നാണ് നേരത്തെ രഞ്ജിത്തും സൂചിപ്പിച്ചു അമിത്ഷാ പറഞ്ഞത്. കേരളത്തിലെ പര്യടനത്തിനിടയിൽ പറഞ്ഞതാണ്. ദക്ഷിണേന്ത്യ അടക്കം കേരളമടക്കം ആ നിലയിൽ അവർ പ്രതീക്ഷിക്കുന്നു പുതിയൊരു നിലയിൽ സീറ്റ് ലഭിക്കുന്ന സൂചനകളായി. പക്ഷേ UPA NDA മുന്നണികളെ സംബന്ധിച്ച് ഈ സംസ്ഥാനങ്ങൾ വളരെ നിർണായകമല്ലേ? നേരിട്ട് കോൺഗ്രസ് BJP ഫൈറ്റ് നടക്കുന്ന പ്രദേശങ്ങൾ, ലോക്സഭാ മണ്ഡലങ്ങൾ, അതുപോലെ തന്നെ UPAയുടെയും NDAയുടെയും ഒക്കെ ഘടകകക്ഷികൾക്ക് വലിയ സ്വാധീനമുള്ള മേഖലകൾ. ആ നിലയിൽ പ്രസക്തമല്ലേ ഈ രണ്ടാം ഘട്ടം?
തീർച്ചയായും ശരത്ത് ദക്ഷിണേന്ത്യയിൽ നിന്ന് അതായത് ക്ഷമിക്കണം, അതായത് നമ്മൾ ഈ അമിത്ഷാ നേരത്തെ പറഞ്ഞ അദ്ദേഹം പ്രാധാന്യം കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ കേരളം വരും, തമിഴ്നാട് വരും, ഒപ്പം ഈ പറഞ്ഞതുപോലെ കർണാടകയും വരും. പക്ഷെ അപ്പോഴും നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ മറ്റു ചില സാഹചര്യങ്ങൾ കൂടി നമ്മൾ ഈ മാജിക് വോളിന്റെ പ്രത്യേകത വെച്ച് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട് ശരത്ത്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണ BJP AIDMK സഖ്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 39 സീറ്റോടുകൂടി മൃഗീയ ഭൂരിപക്ഷം ലഭിച്ചുവെങ്കിലും മറ്റു ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ 39 സീറ്റിലും 38 സീറ്റിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ ഫാർമർ ഡിസ്ട്രസ് എന്ന് പറഞ്ഞ വലിയൊരു ഫാക്ടർ, അതായത് കർഷക രോഷം ഏറ്റവും കൂടുതൽ അലയടിക്കുന്ന 10 മണ്ഡലങ്ങൾ, AIDMK കഴിഞ്ഞ തവണ ജയിച്ച 10 മണ്ഡലങ്ങൾ, അവിടെ ഇത്തവണ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ അമിത്ഷായുടെ സ്വപ്നങ്ങൾക്ക് മേൽ ഒരുപക്ഷെ വലിയ കരുതൽ നടത്തുന്ന ഒരു സംഭവം, അതായത് മോദി സർക്കാരിന്റെ കാർഷിക നയങ്ങളും ഇപ്പോൾ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന കർഷകർക്കായി അല്ലെങ്കിൽ പുതിയ ബജറ്റ് അവതരിപ്പിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങളിലുമൊക്കെ വലിയ തോതിൽ ഇമ്പാക്ട് ഉണ്ടാക്കാവുന്ന ഒരു 10 മണ്ഡലങ്ങൾ തമിഴ്നാട്ടിലുണ്ട് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ അമിത്ഷാ പറയുന്ന തരത്തിൽ ഒരു ഗുണം ഇവിടെ ഉണ്ടാകണമെങ്കിൽ അതിനെയൊക്കെ അതിജീവിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കേണ്ടി വരും. അവിടെ നമുക്കറിയാം കഴിഞ്ഞ തവണ AIDMK ഈ 10 മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തോടെ നിലനിർത്തിയ മണ്ഡലമാണ്. അവിടെ ഈ കർഷകരോഷമടക്കം വലിയ തോതിൽ സ്വാധീനം ചെലുത്തുമെന്ന രീതിയിൽ നമ്മുടെ ഒരു ഈ മാജിക് ബോളിനകത്തുള്ള ഒരു വിലയിരുത്തലുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ദളിത് വിഭാഗങ്ങൾക്ക് 20% ദളിത് വിഭാഗങ്ങൾക്ക് ആധിപത്യമുള്ള 4 മണ്ഡലങ്ങൾ, 20% മേൾ ദളിത് വിഭാഗങ്ങളുള്ള 4 മണ്ഡലങ്ങൾ, അവിടെയും കഴിഞ്ഞ തവണ DMKയ്ക്ക് വലിയ തോതിൽ പ്രാധാന്യമുണ്ട്, വിജയിച്ച മണ്ഡലമാണ്. അവിടെയും ഇത്തവണ വലിയ തോതിൽ AIDMKയ്ക്ക് DMKയ്ക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയുമായൊക്കെ ബന്ധപ്പെട്ട് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ധ്രുവീകരണം അത് വലിയ തോതിൽ സ്വാധീനിക്കുമെന്ന് DMK പ്രതീക്ഷിക്കുന്നു. ഒപ്പം കോൺഗ്രസും അത് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഏതാണ്ട് ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തമിഴ്നാട്ടിലും വലിയ തോതിൽ പ്രാധാന്യമുള്ള ഒരു കാര്യമായി തന്നെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് മുസ്ലിം ഫാക്ടർ, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം. അത് 20% മുകളിൽ മുസ്ലിം പോപ്പുലേഷനുള്ള 4 മണ്ഡലങ്ങൾ കൂടി ഉണ്ട് തമിഴ്നാട്ടിൽ. അവിടെയും കഴിഞ്ഞ തവണ AIDMKയ്ക്കായിരുന്നു മുന്നേറ്റം. പക്ഷേ ഇത്തവണ അത് തങ്ങൾക്കൊപ്പം നിൽക്കും, ഈ രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിയുമായി മറ്റും ബന്ധപ്പെട്ട തങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് വലിയ തോതിൽ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട രഞ്ജിത്തിലേക്ക് വരാം. ഞാൻ മനസ്സിലാക്കുന്ന തൂത്തുക്കുടിയിലെ കനിമൊഴിയുടെ എതിരാളി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തമിഴിസൈ അടക്കമുള്ള ആളുകൾ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളെ കാണുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും മറ്റും വരികയാണ്. മത്സരിക്കുന്ന പ്രമുഖരെ സംബന്ധിച്ച വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതാണിപ്പോൾ കാണുന്നത്. റായ്ഗഞ്ച്, ഈ ഘട്ടത്തിലെ പശ്ചിമ ബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം റായ്ഗഞ്ച്. മുഹമ്മദ് സലീമും ദീപാദാസ് മുൻഷിയും അതുപോലെ തന്നെ ശ്രീനഗറിൽ ഫറൂഖ് അബ്ദുള്ള മത്സരിക്കുന്നു. നാഷണൽ കോൺഫറൻസിൻ്റെ എല്ലാമായ ഫറൂഖ് അബ്ദുള്ള. ഏറ്റവും ശക്തമായ പോരാട്ടം, 3 ലക്ഷത്തിൽ പരം ഭൂരിപക്ഷത്തിൽ നിലവിൽ MP ആയ ഹേമമാലിനി മധുരയിൽ വലിയ പോരാട്ടമാണ് നേരിടുന്നത്. ശക്തമായ മത്സരമാണ് അവിടെ. ജമ്മു കശ്മീരിലെ ഉധംപൂരിൽ ജിതേന്ദ്ര സിംഗ് BJP സ്ഥാനാർത്ഥിയുടെ മത്സരം. നേരത്തെ സൂചിപ്പിച്ച തൂത്തുക്കുടി, ഏറ്റവും ശ്രദ്ധേയമായ തമിഴ്നാട്ടിലെ ലോക്സഭാ മണ്ഡലങ്ങളിലൊന്ന്, കനിമൊഴിയാണ് അവിടെ മത്സരിക്കുന്നത്. ആദായ നികുതി റെയ്ഡും മറ്റും നടക്കുന്നതിലൂടെ വലിയ വാർത്താ പ്രാധാന്യം നേടിയത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച റായ്ഗഞ്ച്, പശ്ചിമ ബംഗാളിലെ മുഹമ്മദ് സലീം CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം, ആ സീറ്റ് 1000-ൽ പരം ഭൂരിപക്ഷം മാത്രമുള്ള മണ്ഡലം നിലനിർത്താൻ കഴിയുമോ എന്ന വലിയ ചോദ്യം. കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ കന്യാകുമാരിയിൽ 1,00,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം. പ്രകാശ് രാജ് മത്സരിക്കുന്ന ബംഗളൂരു സെൻട്രൽ, സ്വതന്ത്രനായി ശക്തമായ രാഷ്ട്രീയ നിലപാടുകളിലൂടെ ദേശീയ ശ്രദ്ധയാകർഷിച്ച പ്രമുഖ നടൻ പ്രകാശ് രാജ്. ഒപ്പം പ്രീതം മുണ്ടേ, ബീഡ് മണ്ഡലം ഇത്തവണ ശ്രദ്ധേയമാകുന്ന മറ്റൊരു മത്സരമാണ്. സുഷ്മിത ദേവ് മത്സരിക്കുന്ന ദേശീയ മഹിളാ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ ആണ്. അതുപോലെ തന്നെ താരിഖ് അൻവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കത്തിഹാർ, ബീഹാറിൽ നിന്ന് മത്സരിക്കുകയാണ്. ആ നിലയിൽ പ്രധാനപ്പെട്ട ആളുകൾ, A രാജ നീലഗിരിയിൽ നിന്നാണ് മത്സരിക്കുന്നത്. DMK നേതാവ്, മുൻ കേന്ദ്രമന്ത്രി. 2G സ്പെക്ട്രം അഴിമതി കേസിലൂടെ ഏറെ പ്രതിച്ഛായ മങ്ങി. ആ കേസിൽ നിന്നൊക്കെ പിന്നീട് പുറത്തു വന്ന രാജ ആണ് മത്സരിക്കുന്നത്. ദയാനിധിമാരൻ്റെ മത്സരം, പോളിംഗ് ബൂത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പ്രസാദ് ഇപ്പോൾ ചേരുകയാണ് കോയമ്പത്തൂരിൽ നിന്ന് വീണ്ടും. പ്രസാദ്, നേരത്തെ പോളിംഗ് മന്ദഗതിയിലാണ് എന്ന് സൂചിപ്പിച്ചിരുന്നല്ലോ, ഇപ്പോഴെന്താണ് അവസ്ഥ?
ശരത്ത്, ഇപ്പോഴും കാര്യമായ ഒരു മാറ്റം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇത് കോയമ്പത്തൂരിൻ്റെ ഒരു പൊതു സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ തവണയും 68% കോയമ്പത്തൂരിലെ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരുന്നത്. ഇത്തവണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് 9 മണിക്ക് ലഭിച്ച നമ്മുടെ കണക്ക് പ്രകാരം 10.4 മാത്രമായിരുന്നു ഇവിടെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോഴും വളരെ കുറഞ്ഞ നിര മാത്രമാണ് കാണാൻ കഴിയുന്നത്. 2 പോളിംഗ് സ്റ്റേഷനുള്ളതിൽ ഒരു പോളിംഗ് സ്റ്റേഷനിൽ 2 വോട്ടർമാരെ മാത്രം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അത് അപ്പുറത്ത് വേറൊരു പോളിംഗ് സ്റ്റേഷനും അവിടെയും വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഈ പോളിംഗ് സ്റ്റേഷനിലുള്ളൂ. ഈ കോയമ്പത്തൂരിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ രാവിലെ സമാനമായ രീതിയിൽ തന്നെയാണുള്ളത്. CPM സ്ഥാനാർത്ഥി PR നടരാജൻ രാവിലെ തന്നെ കോയമ്പത്തൂരിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ് പങ്കുവച്ചിട്ടുള്ളത്. ഇത്തവണ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. പ്രധാനമായും DMK മുന്നണിയിലാണ് CPM ഇത്തവണ മത്സരിക്കുന്നത്. 2009 MP ആയിരുന്ന നടരാജൻ മറ്റ് മുൻ MP CP രാധാകൃഷ്ണനുമായാണ് മത്സരിക്കുന്നത്. അദ്ദേഹവും ഇവിടുത്തെ കോയമ്പത്തൂരിലെ മുൻ MP ആണ്. രണ്ട് മുന്നണിയിൽ AIDMKയുടെയും DMKയുടെയും മുന്നണി സ്ഥാനാർത്ഥികളാണ് ഇവിടെ പ്രധാനമായി മത്സരിക്കുന്നത്. CPM BJPയുമായി നേരിട്ട് മത്സരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇടതുപക്ഷത്തിന് പൊതുവെ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് കോയമ്പത്തൂർ. കോയമ്പത്തൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 7 തവണ ഇവിടെ ഇടതുപക്ഷത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തവണയും അതുകൊണ്ട് തന്നെ വിജയിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇതിന്റെ തൊട്ടടുത്തുള്ള മണ്ഡലമായ നീലഗിരിയിൽ DMKയുടെ രാജ കൂടി മത്സരിക്കുന്നുണ്ട്. ശക്തമായ പ്രചരണം കോയമ്പത്തൂർ മണ്ഡലത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ചെറുകിട വ്യവസായ മേഖല വലിയ തോതിൽ തകർന്ന ഒരു മണ്ഡലമാണ് കോയമ്പത്തൂരിൽ. 5000-ലേറെ യൂണിറ്റുകൾ, ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 5000-ലേറെ ചെറുകിട യൂണിറ്റുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളുടെ 1 ലക്ഷത്തിൽ പരം ആളുകളുടെ തൊഴിൽ നേരിട്ട് നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ടായി. ഇതെല്ലാം DMKയ്ക്ക് അനുകൂലമായി അല്ലെങ്കിൽ CPMന് അനുകൂലമായി മാറും എന്നൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് തമിഴ്നാട്ടിൽ JDS കോൺഗ്രസ് സഖ്യത്തിന് JDSന്റെ വലിയ സ്വാധീന മേഖലകളിലാണ് ഈ രണ്ടാം ഘട്ടത്തിലെ 14 ലോക്സഭാ മണ്ഡലങ്ങളിൽ 12 ലോക്സഭാ മണ്ഡലങ്ങളും മൈസൂർ മേഖലകളാണ് വരുന്നത്. ഓൾഡ് മൈസൂർ എന്ന നിലയിൽ ആ മേഖലയിൽ ദേവഗൗഡയ്ക്കും അതുപോലെ തന്നെ JDSന് പൊതുവിലും വലിയ സ്വാധീനമുള്ള മേഖലകളാണ്. മാണ്ഡ്യയിൽ കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമിയാണ് മത്സരിക്കുന്നത്. തുംകൂർ വിട്ടൊഴിഞ്ഞാണ് ഇത്തവണ മത്സരരംഗത്ത് വീണ്ടും അതിശക്തമായി ദേവഗൗഡയുടെ സാന്നിധ്യം തുംകൂറിലുള്ളത്. അതുപോലെ തന്നെ മറ്റ് ചെറുമക്കൾ ഒക്കെ മത്സരിക്കുന്നു. ബാംഗ്ലൂരും ഈ ഘട്ടത്തിലാണ് വോട്ടെടുപ്പിലൂടെ വരുന്നത്. അതുപോലെ തന്നെ പിന്നീട് വരുന്നത് കർണാടകയുടെ തീരമേഖലയാണ്. തീരമേഖലയിൽ വരുന്ന 2 മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങൾ രണ്ടും BJP നിലനിർത്തുന്ന BJPയുടെ സ്വാധീന കേന്ദ്രങ്ങളാണ്. ആ സ്വാധീന കേന്ദ്രങ്ങൾ നിലനിർത്താൻ BJPക്കാകുമോ? ഇപ്പോൾ ദേവഗൗഡ അടക്കം മത്സരിക്കുന്ന, ദേവഗൗഡയും ചെറുമക്കളുമൊക്കെ മത്സരിക്കുന്ന JDSന് വലിയ സ്വാധീനമുള്ള മേഖലകൾ അവർക്ക് നിലനിർത്താനാകുമോ? കോൺഗ്രസ് JDS സഖ്യത്തിന് ആ വിധം കർണാടകത്തിലെ ഇപ്പോഴത്തെ സ്വാധീനം ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാകുമോ? കഴിഞ്ഞ തവണ BJPക്ക് വലിയ നിലയിൽ ലഭിച്ച സീറ്റുകൾ തിരിച്ചുപിടിക്കാനാകുമോ എന്ന ചോദ്യം, ആ വലിയ ചോദ്യത്തിന് ഉത്തരം തേടുന്ന ജനവിധിയിലൂടെ കർണാടകത്തിലെ 14 ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ മുൻ പ്രധാനമന്ത്രി HD ദേവഗൗഡ വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. HD ദേവഗൗഡ കുടുംബസമേതമെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. വോട്ട് ചെയ്ത ശേഷം അദ്ദേഹം പോളിംഗ് ബൂത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. വലിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിനാണ് ഇപ്പോഴും അദ്ദേഹം നേതൃത്വം നൽകുന്നത്. അദ്ദേഹവും മക്കളായ രേവണ്ണയും കുമാരസ്വാമിയും ഒക്കെയാണ്. രാജ് ബബ്ബർ ഫത്തേപൂർ സിക്രിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജ് ബബ്ബർ രാവിലെ വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയ നേതാക്കൾ, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒക്കെ രാവിലെ തന്നെ പല മേഖലകളിലായി വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും ഇതോടൊപ്പം വരികയുണ്ടായി. മുൻ പ്രധാനമന്ത്രി HD ദേവഗൗഡ അതുപോലെ തന്നെ രാജ് ബബ്ബർ എന്നിവരാണ് വോട്ട് രേഖപ്പെടുത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകഴിഞ്ഞത്.